നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സ്വന്തം ഭാര്യയല്ലാതെ മാധ്യമ മേഖലയിൽ നിന്ന് ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന ഒരു പ്രതികരണങ്ങൾ കാണാനിടയായി. സാധാരണഗതിയിൽ ഒരു വ്യക്തി പറഞ്ഞു പൂരിപ്പിക്കാതെ നിർത്തി പോകുന്നിടത്ത് അതിനെ അതേപടി പൂരിപ്പിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ മനസാക്ഷിക്കകത്ത് അല്ലെങ്കിൽ ഒരാളുടെ മനസാക്ഷി മറ്റൊരാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആണല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ എയറിൽ കയറ്റി നിർത്തിയിരിക്കുന്ന പുനർജനി കേസ് ഉണ്ടല്ലോ. പ്രളയ ഫണ്ട് തട്ടിപ്പ് നടത്തി അടിമുടി കപടനാണെന്ന് കയ്യോടെ പിടിച്ചു നിർത്തിയിരിക്കുമ്പോൾ മാധ്യമങ്ങളെ സ്വന്തം സ്വാധീനവും പണവും ഉപയോഗിച്ച് അത് പ്രളയ ഫണ്ടിന്റെ ഒരു വിഹിതം കൊടുത്ത് സ്വയം വെള്ളപൂശി നിർത്തിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ വിജിലൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വാചകം പറഞ്ഞ് അത് മുഴുമിക്കാതെ പോകുന്നു. കാര്യം ഈ കേസ് അന്വേഷണം അല്ലെങ്കിൽ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സന്ദർഭത്തിൽ ആ വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നോട് പറഞ്ഞ കാര്യമുണ്ട്, പക്ഷെ താൻ അത് ആരോടും പറയില്ല എന്ന രീതിയിൽ സതീശൻ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നേ, എന്നാലേ ചില മനസാക്ഷി സൂക്ഷിപ്പുകാരെ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ പറ്റുള്ളൂ. അപ്പോൾ സതീശൻ പൂർത്തീകരിക്കാതെ പോയ ആ വാചകം, കാരണം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. എല്ലാ എവിഡൻസും എല്ലാ സാധനങ്ങളും അവർക്ക് കൊടുത്തപ്പോൾ അവരെന്നോട്, ഞാനത് പറയണത് ശരിയല്ല, അവരെന്നോട് പറഞ്ഞിട്ട് എന്താണ് എന്നോട് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനത് അഭിമാനത്തോടു കൂടിയാണ് അവരുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത്. അവരുടെ പേരോ അവരെന്താ പറഞ്ഞതെന്ന് ഞാൻ പറയില്ല. കേട്ടല്ലോ, ഞാൻ ആരോടും അത് പറയില്ല, കാര്യം എനിക്കത് അത്ര അഭിമാനമാണ്. പക്ഷെ സതീശൻ ആരോടും പറയില്ലെങ്കിലും സതീശന്റെ മനസാക്ഷിയിലുള്ളത് സതീശൻ പറയാത്തത് എന്താണെന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കേൾക്കണ്ടേ? അത് ഫില്ല് ചെയ്ത് കേൾക്കുമ്പോഴാണ് സതീശന്റെ സ്വന്തം ഭാര്യയല്ലാതെ മനസാക്ഷിക്കകത്തുള്ള കാര്യങ്ങൾ, സതീശന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടും പറഞ്ഞില്ലെങ്കിലും അത് AI പോലെ തന്നെ സതീശന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചെടുത്ത് പുറത്തേക്ക് പൂരിപ്പിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ നോക്കിയേ. വിജിലൻസ് യൂണിറ്റ് 2 ആണ് അന്വേഷണം നടത്തിയത്. ആ ഉദ്യോഗസ്ഥൻ ഒരു 3 മണിക്കൂർ, ഒരു വൈകിട്ട് 7:30 മുതൽ ഒരു 10:30 വരെ പ്രതിപക്ഷ നേതാവിൻ്റെ മൊഴിയെടുക്കുന്നുണ്ട്. ആ മൊഴിയെടുക്കലിന് ശേഷം ആ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ്, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, മുകളിൽ നിന്നുള്ള ഓർഡറാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതെല്ലാം നിർവാഹമില്ല എന്ന ഉദ്യോഗസ്ഥൻ പറയുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അതിനോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത്, അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന്. കാരണം അവർക്ക് നിർവാഹമില്ല, അപ്പം നിങ്ങൾ നിങ്ങളുടെ നടപടികളുമായി മുന്നോട്ട് പോകും, നിങ്ങൾ നിങ്ങളുടെ ജോലിയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ പോകുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണത്തിൽ ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് റിപ്പോർട്ട് നൽകുമ്പോൾ ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയാണ്. നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, പക്ഷേ ഞാനിത് ആരോടും പറയില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് അത് അതേപടി തന്നെ എന്താണ് സതീശൻ മുറിച്ചു നിർത്തിയത് അവിടെ നിന്ന് ബൈ വേർഡ് ആയിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് അതങ്ങ് വിടുകയാണ്. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചിലർക്കൊന്നും കണ്ണില്ല കാതില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുമോ? നാട്ടുകാർ കൂടി ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ചിലർക്കൊക്കെ ഇങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അന്തർധാരയുണ്ട്. അവർക്ക് വേണ്ടി ചില ഇടങ്ങളിലിരുന്ന് ന്യായീകരിച്ച് തള്ളുകയാണ്. എന്ത് കൊള്ളരുതായ്മകൾ ചെയ്താലും അതിനെ എല്ലാത്തിനെയും ന്യായീകരിക്കുന്ന ഈ രീതി നാട്ടുകാർ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി ഭാര്യയല്ലാതെ ഉണ്ട് എന്ന് നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിത്തരുന്നത്.